ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മുകശ്മീരിൽ മറ്റന്നാളും മറ്റിടങ്ങളിൽ നാളെയുമാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 വരെയാണ് സമയം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ ഇന്ന് എറണാകുളത്ത് സംഘടിപ്പിച്ച എൽഡിഎഫ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരും മുതിർന്ന ബിജെപി നേതാക്കളുമായ എസ് ജയശങ്കർ, സ്മൃതി ഇറാനി എന്നിവരും സംസ്ഥാനത്ത് ഇന്ന് എൻഡിഎ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി വി മുരളീധരൻ മണ്ഡലത്തിനായി തയ്യാറാക്കിയ കരട് വികസന രേഖ ശ്രീ എസ് ജയശങ്കർ പ്രകാശനം ചെയ്തു. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനം കേരളത്തിൽ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്, കൊല്ലത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ, കോട്ടയത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ, എറണാകുളത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ, തൃശൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, വടകരയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, വയനാട്ടിൽ ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രമുഖരിൽപ്പെടുന്നു. ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കാർ-ടി തെറാപ്പി മുംബൈ ഐഐടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തിന് സമർപ്പിച്ചു. ജനങ്ങൾക്ക് പ്രാപ്യമാകുന്നതും താങ്ങാനാവുന്നതുമായ കാർ-ടി സെൽ തെറാപ്പി ചികിത്സ മനുഷ്യരാശിക്ക് മുഴുവൻ പുതിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് ചടങ്ങിൽ സംസാരിക്കവെ രാഷ്ട്രപതി മുർമു പറഞ്ഞു. എണ്ണമറ്റ രോഗികൾക്ക് പുതിയ ജീവിതം നൽകുന്നതിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ തെറാപ്പി വിജയിക്കുമെന്ന് രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റന്നാൾ തലസ്ഥാനത്തെത്തും. നെയ്യാറ്റിൻകരയിൽ നടക്കുന്ന റോഡ് ഷോയിൽ രാജീവ് ചന്ദ്രശേഖറോടൊപ്പം അമിത്ഷായും പങ്കെടുക്കും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. എൻഐഎ അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് പ്രതി ഷൌക്കത്ത് അലിയെ സിബിഐ ഇന്ത്യയിലെത്തിച്ചു. സൌദി അറേബ്യയിൽ കഴിയുകയായിരുന്നു ഇയാൾ. ജയ്പൂരിലേക്ക് സൌദിയിൽ നിന്നും 18 കിലോഗ്രാമിലേറെ തൂക്കമുള്ള സ്വർണ്ണക്കട്ടികൾ കടത്തിയ കേസിൽ എൻഐഎ ഇയാളടക്കം 18 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. G2G കരാറിന് കീഴിലുള്ള ആദ്യ ബാച്ച് തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് പോയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ബോധമുണ്ടെന്നും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ഇസ്രായേലി അധികാരികളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ഇസ്രായേലുമായി ഒപ്പുവച്ച മൊബിലിറ്റി കരാറിന്റെ ഭാഗമായാണ് തൊഴിലാളികൾ ഇസ്രായേലിലേക്ക് പോയത്. തായ്വാൻ ഭൂകമ്പത്തെ തുടർന്ന് കാണാതായ 2 ഇന്ത്യക്കാരെക്കുറിച്ച് അവർ ഇപ്പോൾ സുരക്ഷിതരാണെന്നും അവരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി. ടോസ് നേടിയ പഞ്ചാബ് ഗുജറാത്തിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഗുജറാത്ത് 12.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുത്തു. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ജംഷഡ്പൂർ പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതിയിൽ ജംഷഡ്പൂർ 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ വയനാട് പോലീസ് സംഘം പിടികൂടി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൃഷ്ണഗിരി സ്വദേശി MJ ലെനിൻ ആണ് പിടിയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കോട്ടയം, കോഴിക്കോട് പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെയായിരുന്നു ദൌത്യം. വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആന്റ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ചു. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താൻ ആവശ്യമായ ഈ അനുമതി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനാണ് നൽകുന്നത്. കടൽ ഗതാഗതം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ഭീകരാക്രമണങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.